പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് സംഭവിച്ചത് ഗുരുതര പിഴവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അനസ്തേഷ്യ നൽകേണ്ട കാര്യമുണ്ടായിരുന്നില്ലെന്നും കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലായിരുന്നുവെന്നും റിപ്പോർട്ട്. കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയതിനു പിന്നാലെ തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ അളവ് കുറഞ്ഞു എന്നും ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, 1.5 വയസ്സുകാരന്റെ മരണത്തിൽ ആശുപത്രിക്ക് ഗുരുതര പിഴവ് സംഭവിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ തുടർ നടപടികൾ? ജെന്നി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടിക്ക് അനസ്തേഷ്യ നൽകേണ്ട ഒരു സാഹചര്യവും ഈ മുറിവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല. ആ മുറിവ് വളരെ നിസ്സാരമായിട്ടുണ്ടായിരുന്ന മുറിവാണ്. അത് 3 ദിവസത്തിന് ശേഷം സ്വാഭാവികമായി ഉണങ്ങുകയും ചെയ്തു. എന്തായാലും അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ് ഈ മരണത്തിന് കാരണമെന്ന് അസന്നിഗ്ധമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ സൂചിപ്പിക്കുകയാണ്. മാത്രവുമല്ല, അനസ്തേഷ്യ നൽകിയതിനു ശേഷം നൽകേണ്ട ചികിത്സകൾ ഡോക്ടർമാർ നൽകിയില്ല എന്നുള്ള ഗുരുതരമായ ഒരു കണ്ടെത്തൽ കൂടി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പങ്കുവയ്ക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടി പ്രീമച്യൂറായി ജനിച്ചതാണെങ്കിലും ഈ കുട്ടിയുടെ അവയവങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ വിദഗ്ധ സംഘം നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും മെഡിക്കൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചതിനു ശേഷവും കൂടുതൽ കാര്യങ്ങൾ പങ്കുവച്ചതിനു ശേഷവും ഈ ആശുപത്രി അധികൃതർക്കെതിരെ ശക്തമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിക്ക് മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കെ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ വേണ്ടി അനസ്തേഷ്യ നൽകിയതാണ് ഈ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നുള്ള കാര്യം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ഈ വിദഗ്ധമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്തായാലും ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ വീഴ്ചയുടെ ഭാഗമായിട്ടാണ് ഈ കുട്ടി മരണത്തിന് കീഴടങ്ങാൻ കാരണമായതെന്നുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ മുറിവ് നിസ്സാരമായിട്ടുണ്ടായിരുന്ന മുറിവാണ്. മാത്രവുമല്ല, കുട്ടിയുടെ മറ്റ് ആന്തരിക അവയവങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. കുട്ടി പൂർണ്ണ ആരോഗ്യവാനായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും ജെനി സൂചിപ്പിച്ചതുപോലെ തന്നെ ആശുപത്രി അധികൃതർക്ക് വലിയ രീതിയിലുള്ള വീഴ്ചയാണ് സംഭവിച്ചത്. ഈ അബോധാവസ്ഥയിലായതിനു ശേഷവും കുട്ടിക്ക് വേണ്ട എമർജൻസി മെഡിസിൻ നൽകുന്നതിൽ ഉൾപ്പെടെ ഡോക്ടർമാർക്ക് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. എന്തായാലും ഇപ്പോഴും മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്രണ്ടുമാർ, ആശുപത്രി പീഡിയാട്രീഷ്യൻ, അതുപോലെ തന്നെ അനസ്തേഷ്യ വിഭാഗം മേധാവിമാർ, ഗവൺമെന്റ് പ്ലീഡർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത്തരത്തിൽ വിശദമായ യോഗം ചേർന്നത്. അതിനുശേഷം മറ്റു ഡോക്ടർമാരെ കൂടി പ്രതി ചേർക്കുന്ന നടപടിയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും നിലവിൽ ഈ കേസിൽ അനസ്തേഷ്യ നൽകിയ അഞ്ജലി പൊതുവാളിനെതിരെ മാത്രമാണ് ഇപ്പോൾ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി ഇത്തരത്തിൽ ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം 2 ഡോക്ടർമാർ, പ്ലാസ്റ്റിക് സർജനും അതുപോലെ തന്നെ ഈ പീഡിയാട്രീഷ്യനെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. അതേസമയം ഈ അഞ്ജലി പൊതുവാൾ, അനസ്തേഷ്യ നൽകിയ അഞ്ജലി പൊതുവാളിനെ കോൺടാക്ട് ചെയ്യാൻ ഇതുവരെയും പോലീസിന് സാധിച്ചിട്ടില്ല. എന്തായാലും ഇവർ ഒളിവിലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സാ പിഴവെന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിൽ ഈ വിദഗ്ധമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ മെഡിക്കൽ യോഗത്തിന് ശേഷം കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കർശനമായ നടപടികളിലൂടെ മുന്നോട്ട് പോകാൻ ആരോഗ്യവകുപ്പും ഇതിനോടകം തന്നെ ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആന്തരിക അവയവങ്ങളുടെ റിപ്പോർട്ട് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കൂടുതൽ ഡോക്ടർമാരെ ഉൾപ്പെടെ പ്രതിയാക്കിക്കൊണ്ട് ഇത്തരത്തിൽ അന്വേഷണം ഊർജിതമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോൾ ഈ പോലീസിന്റെ നിലവിലുള്ള തീരുമാനം. എന്തായാലും ഇപ്പോഴും മെഡിക്കൽ ബോർഡിന്റെ യോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിസ്സാരമായ മുറിവാണ്. ആ മുറിവ് 3 ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി. അനാവശ്യമായി അനസ്തേഷ്യ, ജനറൽ അനസ്തേഷ്യ നൽകിയതാണ് ഈ കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ഈ കുട്ടിയുടെ തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ അളവ് കുറഞ്ഞു. ആ ഓക്സിജന്റെ അളവ് കുറഞ്ഞപ്പോൾ പോലും ആവശ്യത്തിന് ചികിത്സ നൽകാൻ ഈ ബന്ധപ്പെട്ട അധികാരികൾ, ആശുപത്രി അധികൃതർ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് ഗുരുതര പിഴവ് സംഭവിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മെഡിക്കൽ ബോർഡ് യോഗം തുടരുകയാണ്. യോഗത്തിന് ശേഷം ഇത് സംബന്ധിച്ച് കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.